ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ അതാ കാണുന്ന മലേൻ്റെ മുകളിൽ തൊപ്പിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും തൊപ്പിയും ഗ്ലൗസും ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. മഞ്ഞ കളർ, മഞ്ഞയും പച്ചയും എന്നാ കാണാൻ നല്ല സുന്ദരനും സുന്ദരികളും, അതെ, നല്ല തടിയുണ്ട് കാണാൻ. കണ്ടില്ലേ? പിന്നെ ഇതിന്റെ ചോട്ടിൽ തന്നെ ഇഷ്ടംപോലെ കളറുള്ള ഇലകളുണ്ട്. നോക്കി എന്തൊരു ഭംഗിയല്ലേ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഞാനില്ല, ഇവൾ മാത്രമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചെറുതായിട്ടൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ കാലാവസ്ഥ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുതായിട്ടൊരു മഴയും അതുപോലെ ഒരു ചെറിയ മഞ്ഞ് വീഴ്ച, അതായത് താഴെയൊന്നും മഞ്ഞില്ല, പക്ഷെ മലയുടെ മുകളിലൊക്കെ മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഇവളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഏതായാലും ഒന്ന് കണ്ടിട്ട് പോവാം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം അല്ലേ. ഏതായാലും അത് കണ്ടിട്ട് പോവാം. ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പം കുറച്ചൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്തതിന് ശേഷം ഇവിടെ അടിപൊളി, എന്താ പറയുക, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ചടപടിയായിട്ടൊരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഏട്ടനില്ല, ഏട്ടൻ ഡ്യൂട്ടിക്ക് വരികയുള്ളേ, അവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെയും കൂടി എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. രാവിലെ ഇവിടെ മഴ പെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ആലിപ്പഴം വീണിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മഴയൊന്നുമല്ല, നമ്മളല്ലേ ആദ്യത്തെ മഴക്കാന്ന് ഇങ്ങനെ ആലിപ്പഴമൊക്കെ വീണിട്ട് കാണുന്നതല്ലേ. പക്ഷേ ഇവിടെ ആദ്യത്തെ മഴയൊന്നുമല്ല. ഞാൻ വന്നിട്ട് കുറേയോട്ടം മഴ പെയ്തു. പക്ഷെ എന്താണെന്നറിയില്ല, രാവിലെ ആലിപ്പഴമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അന്നേരം വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അത് കണ്ടവിടെ നിന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. നല്ല ഭംഗിയില്ലേ, ഫുള്ള് കോട താണു വന്നിട്ട് വലിയ മലയാണ്, പക്ഷെ ഒന്നും കാണുന്നില്ല, ഫുള്ള് കോടയാണ്. എനിക്കിങ്ങനെ വെറുതെ എൻ്റെ വീഡിയോ എടുക്കാൻ കേട്ടോ. നല്ല തണുപ്പുണ്ട്, തണുപ്പ് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ആദ്യം മഴ പാറുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കലൊക്കെ വെള്ളത്തിലാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മഴ നനഞ്ഞിട്ടായാലും ഞാൻ പോയിരിക്കും. പിന്നെ അതാ കാണുന്ന മലേൻ്റെ മുകളിൽ മഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഈ ഫോണിൻ്റെ അകത്ത് ഇതാ ചെറുതായിട്ട് കാണാമെന്നല്ലേ, നേരിട്ട് നല്ല വൃത്തി കാണുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഫോണിൽ കറക്റ്റ് ക്ലിയർ ആവുന്നില്ല. മഞ്ഞ് വീണിട്ടുണ്ടോ ആ മലേൻ്റെ മുകളിൽ. എന്തായാലും ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. എനിക്കിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈ കോടയായിട്ടൊന്നും കാണുന്നതുകൂടിയില്ല. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായിട്ട് പോകുന്നുണ്ട്. തൊപ്പിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും തൊപ്പിയും ഗ്ലൗസും ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അത്രയും തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫുള്ള് കോടയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഫുൾ കോടയായിരിക്കും, പക്ഷേ ഈ മല എൻ്റെ അടുത്തൊന്നുമില്ല. പക്ഷെ ഫുൾ മരത്തിൻ്റെ ഇലയും കൊഴിഞ്ഞുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ നടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മഴയായതുകൊണ്ട് ഫുൾ ചളിയാണ്. മഴ ഇപ്പോഴും പെയ്തിട്ടുണ്ട്. ഞാൻ കുടയും ചൂടിയിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, മുഖത്തെല്ലാം ഭയങ്കര തണുപ്പ്, ഐസും കേട്ട മാതിരിയുണ്ട്. എനിക്ക് വർത്താൻ പറയാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ വലിയ അത്ഭുതം പോലെയോ. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതാകുമ്പോൾ ആൾക്കാരുണ്ടാവും വിചാരിക്കുന്നത് എനിക്കൊന്ന് വട്ടങ്ങാനാണോ. ഞാൻ പക്ഷേ നിങ്ങളെ കാണിക്കാൻ മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത്. നല്ല ഭംഗിയില്ലേ. ഇവിടുത്തെ മരത്തിൻ്റെ ഇലയൊക്കെ ഫുള്ള് കളർ മാറി. ഇപ്പോൾ എല്ലാ മരത്തിൻ്റെ ഇലകളും വെറൈറ്റി കളറാട്ടാ. ഇവിടെ ഇപ്പം പച്ചയാണെങ്കിൽ ഇതാ ഇവിടെ തെച്ച് മഞ്ഞ കാണുന്നില്ലേ. ഫുള്ള് നമ്മളെ നാട്ടിലൊക്കെ ഇല ഏകദേശം ഈ തണുപ്പ് കാലമൊക്കെ ആവുമ്പോൾ ഡിസംബർ മാസത്തിലൊക്കെ ഇല ഫുള്ള് കൊഴിഞ്ഞു പോകില്ല, ഈ ഉണങ്ങിയിട്ട്. ഇവിടെ കളർ മാറ്റം, ഫുള്ള് കളർ മാറ്റിയിട്ടുള്ളൂ. ഒരു റെഡ് കളറിലൊരു മരമുണ്ട് അങ്ങോട്ട് ദൂരെ. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ കുടയും ചൂടിയിട്ട് നടക്കുന്നത് കേട്ടോ. ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, ഈ മരം കണ്ടില്ലേ, റെഡ് കളറായിട്ട്. ഈ ഫോണിൽ പക്ഷേ ശരിക്കും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ കാണുന്ന പോലെയല്ല ഈ ഫോണിൽ കാണുന്നത്.
കണ്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് മഞ്ഞ കളറായിട്ട് മഞ്ഞയും പച്ചയും എന്നാ കളർ രസമല്ലേ. ഈ ഇതേ അവസ്ഥയാണ്. ഇപ്പുറത്തെ നേരത്തിൻ്റെ മുകളിൽ റെഡും ഗ്രീനും. അപ്പോൾ കഴിച്ച് ഇതാണ് എൻ്റെ പുതിയ ഫ്രണ്ടല്ല, നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വരാൻ ലിപ്സ say something. Hi. In Odia language, say something. Odia? Ah. She is my बहुत भला सांगो. She is my very good friend in Kashmir. Okay. Okay. അപ്പോൾ നല്ല മഴ പെയ്തിട്ട് കേട്ടോ. നമ്മൾ ശരിക്കും പ്രാന്താന്ന്. ഈ മഴയത്ത് നമ്മൾ ഈ നടക്കുന്ന ആൾക്കാർ കഴിക്കാൻ നമുക്ക് പ്രാന്താന്ന്. അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അന്ന് ഭയങ്കര മഴയായിട്ടാണ് എനിക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വന്നത്. ഞാൻ ഫുള്ളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ പിന്നെ നമുക്ക് ഒറ്റപടി ആവുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് മഴയൊന്നുമില്ല. ഇന്ന് നല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ചൂടല്ല, നല്ല തണുപ്പാ. അതെ അതെ. അപ്പോൾ അന്ന് ഇങ്ങനെ വീഡിയോ ഇവള് കുറച്ച് കാര്യങ്ങൾ എടുത്തു. അന്ന് ഞാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനിടയിൽ മഴയൊക്കെ വന്നു അല്ലേ. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അന്ന് പിന്നെ ഫുള്ള് മഴയായിരുന്നു, നമ്മൾ പുറത്തിറങ്ങിയിട്ടേ ഉണ്ടായില്ല അല്ലേ. അതെ. ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലം തുടങ്ങിയല്ലോ. അപ്പോൾ തണുപ്പ് കാലത്ത് ഇവിടെ കാശ്മീരിൻ്റെ കാഴ്ചകൾ, അതായത് മരങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ബാക്കിലാണ്. അപ്പോൾ ഏതായാലും കാഴ്ചകൾ മരങ്ങളുടെയൊക്കെ കാഴ്ചകളാണ്. ഇലകളൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ, ആ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഫോണിലെടുത്ത് കീഞ്ഞ. അതെ. പക്ഷെ അന്ന് മഴ വന്നതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഏതായാലും അത് നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിന്ന് കാണാം. ഇത് എവിടെയുള്ള മരങ്ങൾ കണ്ടില്ലേ, ഈ നിറത്തിൽ മഞ്ഞയും പച്ചയും കലർന്നിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ നേരിട്ട് ഉണങ്ങി ഇതാവുമല്ലേ. ശരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ നിറത്തിലേക്ക് മാറും. അതിന് ശേഷം കൊഴിഞ്ഞിട്ട് നേരെ താഴേക്ക് വീഴും. പിന്നെ ഏത് ഈ കാണുന്ന മരം നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് നല്ല മഞ്ഞ കളറായിരുന്നു. മഞ്ഞ മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞതാ ഈ രൂപത്തിലായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടി ഇപ്പുറത്തുണ്ടല്ലേ. ഇത് നല്ല രസത്തിൽ അല്ലേ, നല്ലൊരു വള്ളി തൂങ്ങിക്കിടക്കുന്ന പോലെ തന്നെയല്ലേ ഈ മരം കാണുമ്പോൾ. ഇതും പിന്നെ ഇപ്പുറത്തെ ഈ ദേവദാരു. ഇത് ദേവദാരുവാണ് ഈ മരം ഇപ്പുറത്തുള്ളത്. പക്ഷെ ഇത് എല്ലാ കാലാവസ്ഥയിലും ഈ രീതി തന്നെ ഉണ്ടാവുക ദേവദാരു. ഇവിടെ തണുപ്പും ഒന്നും ഇതിന് പ്രശ്നമല്ല. ഇതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിലല്ലേ. അതെ അതെ. ആ മലയുടെ മുകളിലുള്ളത് മൊത്തം ഈ ദേവദാരുവും മരങ്ങളാണ് ഉള്ളത്. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാ കഴിഞ്ഞ ദിവസം മഞ്ഞ് വീണതിൻ്റെ കുറേ ബാക്കി ഭാഗങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ആ വെയിൽ കൊണ്ടിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നെല്ലാം അലിഞ്ഞലിഞ്ഞു പോയി. അപ്പോൾ അതിന് ശേഷം അതെ. അപ്പോൾ ഇതിൽ രാവിലെ സൂര്യൻ്റെ വെളിച്ചടിക്കുമ്പോൾ ഭയങ്കര രസമാണ് നല്ലത്. അതെ അതെ. നമ്മൾ സവർജില്ലി വരച്ച മരത്തിന്റെ കോല് നോക്കി. നമ്മൾ അന്നത്തെ വീഡിയോയിൽ സവർജില്ലി വരയ്ക്കുന്നത് ഇതായി മരത്തിന്റെ കോളെന്നാണ്. അതെ, കഴിഞ്ഞ വീഡിയോയിലെ അതെല്ലാം ഫുള്ള് ഉണങ്ങി, എല്ലാം ഉണങ്ങിപ്പോയി. ഇത് ആപ്പിളല്ലേ? ഇത് ആപ്പിളല്ല, ഇത് വേറെ ഒരു മരം. അപ്പുറത്തേത് ആപ്പിളല്ലേ? ഈ മരം അങ്ങനെ റെഡ് കളറിലാണ്, ചുവന്ന കളറിലേക്ക് മാറിയല്ലേ. അതാ അതിൻ്റെ ഇല ഞാൻ താഴേന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതണ്ട ഈ രീതിയിലായി. നമ്മുടെ ആലിലേൻ്റെ ഒരു ഷേപ്പ് ഇതിന് ചെറുതായിട്ട്. എന്താ ആലില്ല? ഇവിടുത്തെ ആലില്ല അല്ലേ? ഇല്ല, അതുപോലെ ഇല്ല. ഇല്ല. ഇത് കാണുമ്പോൾ പിന്നെ പലതരത്തിലുള്ള പൂക്കളും ഉണ്ടാവും. കണ്ടില്ലേ? എവിടേക്കല്ലോ ഏതെല്ലോ തരത്തിലുള്ള പൂവാ അല്ലേ, കാണാൻ ഭയങ്കര ഭംഗിയുള്ള. ആ പെണ്ണിൻ്റെ മരം പിന്നെ മഞ്ഞ കളറിലുള്ള. ഇത് ഈ മരത്തിൻ്റെ കളർ കണ്ടില്ലേ? ഇത് നമ്മളെ ചെറി, അതായത് ചെറി ടൈപ്പിൽ വരുന്ന പ്ലം ഇല്ലേ, ആ പ്ലമ്മിൻ്റെ മരമാണ് ഇത്. അപ്പോൾ ഇതിപ്പം സീസണൊക്കെ കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു ജൂൺ സമയത്താണ് ഇതിൽ പ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയില്ലേ, ഇത് ഉണങ്ങുന്നതാണ്. ഇത് നല്ല ചുവന്ന കളറിൽ ഇങ്ങനെ ചുവപ്പും പച്ചയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അത് അവിടെ ഒരു മരം കണ്ട, അത് മൊത്തം ഉണങ്ങിപ്പോയി. കാരണം
തണുപ്പ് ശരിക്കും പറഞ്ഞാൽ കാറ്റും മൊത്തത്തിൽ കിട്ടിയത് കൊണ്ട് നല്ല രീതിയിൽ. വരുന്ന സമയത്ത് അവിടെയൊക്കെ ഫുള്ള് മരങ്ങളല്ലേ കേട്ടോ. എവിടെ? മലയുടെ മുകളിൽ അതെ അതെ. നമ്മൾ വന്ന സമയത്ത് മൊത്തം മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മലയിൽ പകുതി ഭാഗത്തോളം മരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് അതിന്റെ ഇലകളെല്ലാം ആടിയുള്ള വീടുകളെല്ലാം നമുക്ക് കാണാം. മൊത്തം കൊഴിഞ്ഞു അല്ലേ. ഇത് വെട്ടി വൃത്തിയാക്കിയോണ്ടാണ് ഈ ഭംഗിയുള്ളത് ഈ ചെടിക്ക്. ഇതിന് ചെറിയ മുള്ളുണ്ട് കേട്ടോ. ആ അത് കൈക്ക് കൊള്ളും. ചെവിയിൽ കുത്തിക്കാറല്ലേ. ഫോട്ടോ എടുത്തോ. ആ ഫോട്ടോ എടുത്തരല്ലോ. ഇപ്പം കണ്ട മരത്തിനല്ല ചെടീൻ്റെ വേറൊരു വേർഷൻ അല്ലേ. ഫുൾ ഉണങ്ങി കരിഞ്ഞു. അടിയുന്ന മുതലേ ഉണങ്ങിയാ ശരിക്കും. അത് ഈ സീസണിൽ ഉണങ്ങിയതാണെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാൽ ബാക്കി എല്ലാം പച്ചയായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാതെ തന്നെ ഉണങ്ങി നശിച്ചു പോയതാണെന്നാ തോന്നുന്നു. മറ്റേത് മുറിച്ചിട്ട് കാണാം. എന്നാലും അത് പൊടിഞ്ഞു പോകുന്ന ഒന്നുമില്ല അല്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ചെതലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിലൊരു മരത്തിന് ചെതലൊക്കെ പിടിച്ച്, കാരണം ഇങ്ങനെ ഉണങ്ങിയതിനൊന്നും ചെതൽ പിടിച്ചിട്ടായിരിക്കില്ലേ കാരണം അല്ലേ. ഇവിടെ അങ്ങനെ ചെതലോ അങ്ങനെയുള്ള ചെറിയ പിന്നെ ഇഴജന്തുക്കളൊക്കെ വളരെ കുറവാണ്. അപൂർവമാണ് ഇവിടെ. അതുകൊണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പം കൊതുക് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഈച്ച, കൊതുകില്ലല്ലോ ഒട്ടും കൊതുകില്ല. ഈച്ചയുടെ കുറച്ച് ശല്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി തണുപ്പ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇനിയിപ്പം ഈച്ചയും കാര്യങ്ങളെല്ലാം പോയി തുടങ്ങും. പിന്നെ തണുപ്പിന് ഇങ്ങനത്തെ ഇഴജന്തുക്കളോ പ്രാണികളോ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ വേറൊരു ഗുണം. തണുപ്പ് നമ്മൾ കുറച്ച് സഹിക്കണം, പക്ഷെ അവർക്ക് അത് സഹിക്കാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് അവരെല്ലാം ചത്തു വീണിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ പട്ടികളെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ അല്ലേ. ആ പട്ടികൾക്ക് നല്ല ഭംഗിയാന്ന്. ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് കേട്ടോ. ഗേറ്റിലും പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പട്ടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. കാണാൻ നല്ല സുന്ദരനും സുന്ദരികളും. അതെ. നല്ല തടിയുണ്ട് കാണാൻ. ഒന്നിനെ പോകുമ്പോൾ വീട്ടിലേക്ക് എടുക്കാന്നാണ് ഇവള് പറഞ്ഞത് അല്ലേ. പിന്നെതാ ഈ മരം എന്ന് പറയുന്നത് വാൾനട്ടിൻ്റെ മരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ലേനോ? അല്ല കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ വീഡിയോ അതായിരുന്നു അല്ലേ. മുന്നത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വാൾനട്ടിൻ്റെ മരം. പക്ഷേ ഈ മരമല്ല കാണിച്ചത്. ഇതുപോലത്തെ കുറേ മരങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ വാൾനട്ടൊക്കെ വീണ് കഴിഞ്ഞു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കിടക്കുന്ന മരം അങ്ങനെ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഫോണിൽ അത്ര വലിയ രസമൊന്നുമില്ല. നേരിട്ട് പല പല കളറും ഉള്ളത്. എല്ലാ കളറും ഉള്ള പോലെ തോന്നല്ലേ മരം. എല്ലാ കളറും ഒന്നില്ലല്ലോ എല്ലാം. നമ്മുടെ നാട്ടിൽ മറ്റേ ചീര പോലുള്ള ഒരു ചെടി ഇതാകും. ചീര പോലത്തെ സംഭവമാണ് ഞാൻ ചീര ഉദ്ദേശിച്ചത്. ശരി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച കഴിഞ്ഞ വീഡിയോ അതല്ല, നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്ന വീഡിയോ അല്ലേ. അതിൻ്റെ അകത്ത് മറ്റേ ഭംഗിയുള്ള പൂവ് എന്ന് പറഞ്ഞ പൂവിൻ്റെ അവസ്ഥ നോക്കിയാടെ. ഇപ്പം പൂവൊക്കെ കരിഞ്ഞു എല്ലാം കരിഞ്ഞു പോയി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മരമാണിത് അല്ലേ. നമ്മുടെ റൂമിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ താഴേന്ന്. പിന്നെ ഒരുപാട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി, കുറച്ചൊക്കെ ബാക്കി. ആ തമ്പനയിലുണ്ടാകുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ ഇതുണ്ടാവില്ല, ആ തമ്പനയിൽ നമ്മൾ കൊടുക്കാതെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവള് വെയിലടിച്ചിട്ടാ അത്ര രസമില്ലാതെ വെയിലടിക്കുന്നുണ്ട്. അത് കണ്ടില്ലേ. മഞ്ഞയും ചുവപ്പും ഇടകലർന്ന കളറായതിന്. പിന്നെ ഇതിന്റെ ചോട്ടിൽ തന്നെ ഇഷ്ടംപോലെ കളറുള്ള ഇലകളുണ്ട്. നോക്കി എന്തൊരു ഭംഗിയല്ലേ. ഇതിന്റെ മുകളിൽ ഇന്നാള് പൂവായിരുന്നു, നല്ല വയലറ്റ് കളർ പൂവ്. ഈ മരത്തിന് ഞാൻ പരമാവധി ഉപയോഗിച്ചിരുന്നു, കാരണം അന്നും ഞാൻ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട്. അതാണ് ഈ ഉണങ്ങി കിടക്കുന്നത്. സൂര്യൻ അടിക്കുമ്പോൾ നല്ല കളറുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നടക്കാനാവുള്ളൂ കേട്ടോ. വൈകുന്നേരം ഭയങ്കര തണുത്ത കാറ്റടിക്കാൻ തുടങ്ങും. ഇപ്പം നല്ല ചൂട്, സൂര്യൻ്റെ ചൂട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ നിങ്ങളെ കാണിക്കാൻ പറ്റിയുള്ളൂ. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അല്ലേ. ഏകദേശം എല്ലാം മരം ആ സമയത്ത് നല്ല മരങ്ങൾ, നല്ല കളർ, അതെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൊഴിഞ്ഞുപോയി, ആ മരങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. അതുകൊണ്ട് ഒന്നും ശരിക്കും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങളെ. ഏതായാലും പിന്നെ മഞ്ഞ് വീണ് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നല്ല ഭംഗിയായ കാഴ്ചകൾ ഇനിയും ഉണ്ടാവും ഇവിടെ. അപ്പോൾ അത്തരം വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാം അല്ലേ. അപ്പോൾ ഏതായാലും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലേ. ഏതായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം അതെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലേ, ഏതെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നല്ലൊരു കണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോൾ ബൈ.